ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ദേശീയോത്സാഹം അത്യാവശ്യമാണ്. ദേശീയ പതാക അതിനെ വളർത്തുന്ന മാർഗമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? എ. ഗാന്ധിജി, ബി. നെഹ്റു, സി. അംബേദ്കർ. ആൻസർ എ. ഗാന്ധിജി. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? എ. പട്ടാഭി സീതാരാമയ്യ, ബി. സിസ്റ്റർ നിവേദിത, സി. പിംഗലി വെങ്കയ്യ. ആൻസർ സി. പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യം, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? എ. ചുവപ്പ്, ബി. വെള്ള, സി. കുങ്കുമം. ആൻസർ സി. കുങ്കുമം. ഇന്ത്യൻ ദേശീയ പതാകയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെടുത്താവുന്നത് എന്താണ്? എ. ചർക്ക, ബി. വെള്ള, സി. ചക്രം. ആൻസർ സി. ചക്രം. ത്രിവർണ്ണ നിറത്തിൽ ചർക്ക ആലേഖനം ചെയ്ത പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി INC അംഗീകരിച്ചത് എന്ന്? എ. 1924 ബെൽഗാം, ബി. 1931 കറാച്ചി, സി. 1929 ലാഹോർ. ആൻസർ ബി. 1931 കറാച്ചി സമ്മേളനം. ചർക്കയുടെ സ്ഥാനത്ത് ചക്രം ആലേഖനം ചെയ്യപ്പെട്ട പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തിരഞ്ഞെടുത്തത് എന്നാണ്? എ. 1947 ജനുവരി 24, ബി. 1950 ജനുവരി 24, സി. 1947 ജൂലൈ 22. ആൻസർ സി. 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? എ. 3:2, ബി. 2:3, സി. 1:3. ആൻസർ ബി. 2:3. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മാണത്തിന് അധികാരമുള്ളത് ആർക്കാണ്? എ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ബി. ഖാദി ഗ്രാമോദ്योग കമ്മീഷൻ, സി. BIS. ആൻസർ ബി. ഖാദി ഗ്രാമോദ്योग കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മാണത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? എ. ഇന്ത്യൻ പാർലമെൻറ്റിന്, ബി. ഖാദി ഗ്രാമോദ്योग കമ്മീഷന്, സി. BIS. ആൻസർ സി. BIS. ഖാദി ഗ്രാമോദ്योग കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ. മൈസൂർ കർണാടക, ബി. ഹുഗ്ലി പശ്ചിമ ബംഗാൾ, സി. ഹുബ്ലി കർണാടക. ആൻസർ സി. ഹുബ്ലി കർണാടക. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് എവിടെയാണ്? എ. ലണ്ടൻ ഇംഗ്ലണ്ട്, ബി. സ്റ്റുട്ട്ഗർട്ട് ജർമ്മനി, സി. കാൻബറ ഓസ്ട്രേലിയ. ആൻസർ ബി. സ്റ്റുട്ട്ഗർട്ട് ജർമ്മനി. യൂണിയൻ ജാക്ക് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ്? എ. ബ്രിട്ടൻ, ബി. ജർമ്മനി, സി. USA. ആൻസർ എ. ബ്രിട്ടൻ. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മാണത്തിന് അനുവദനീയമായ എത്ര അളവുകളുണ്ട്? എ. 9, ബി. 6, സി. 10. ആൻസർ എ. 9. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മാണത്തിന് അനുവദനീയമായ ഏറ്റവും വലിയ അളവ് ഏതാണ്? എ. 12,000 × 90,000 മില്ലിമീറ്റർ, ബി. 6,300 × 4,200 മില്ലിമീറ്റർ, സി. 4,200 × 3,100 മില്ലിമീറ്റർ. ആൻസർ ബി ആണ് 6,300 × 4,200 മില്ലിമീറ്റർ. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മാണത്തിന് അനുവദനീയമായ ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? എ. 150 × 100 മില്ലിമീറ്റർ, ബി. 90 × 60 മില്ലിമീറ്റർ, സി. 300 × 100 മില്ലിമീറ്റർ. ആൻസർ എ. 150 × 100 മില്ലിമീറ്റർ. സാധാരണക്കാരനും ദേശീയ പതാക ഉപയോഗിക്കുന്നതിനുള്ള അവകാശം കോടതി വഴി സ്ഥാപിച്ചെടുത്ത വ്യവസായി ആരാണ്? എ. നവീൻ ജിണ്ടാൽ, ബി. കേശുഭായി പാട്ടേൽ, സി. കോകില അംബാനി. ആൻസർ എ. നവീൻ ജിണ്ടാൽ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? എ. 2000 ജനുവരി 26, ബി. 2004 ജനുവരി 26, സി. 2002 ജനുവരി 26. ആൻസർ
സി 2002 ജനുവരി 26. ദേശീയ പതാകയെ അപമാനിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? എ 2 വർഷം വരെ തടവും പിഴയും, ബി 3 വർഷം വരെ തടവ്, സി 5 വർഷം വരെ തടവ്. ആൻസർ ബി ആണ്, 3 വർഷം വരെ തടവ് ശിക്ഷ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ തലവനായിരുന്നത് ആരാണ്? എ രാജേന്ദ്ര പ്രസാദ്, ബി പട്ടാഭി സീതാരാമയ്യ, സി നെഹ്റു. ആൻസർ എ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ മുഴുവൻ വനിതകളുടെയും ഉപഹാരം എന്ന നിലയിൽ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് കൈമാറിയത് ആരാണ്? എ സരോജിനി നായിഡു, ബി വിജയലക്ഷ്മി പണ്ഡിറ്റ്, സി ഹൻസ മേത്ത. ആൻസർ സി ഹൻസ മേത്ത. 1947 ഓഗസ്റ്റ് 15 ഔദ്യോഗികമായി സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ പതാക ഉയർത്തിയത് ആര്? എ മഹാത്മാഗാന്ധി, ബി രാജേന്ദ്ര പ്രസാദ്, സി മൗണ്ട് ബാറ്റൻ. ആൻസർ സി മൗണ്ട് ബാറ്റൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എ ലേയിൽ, ബി അട്ടാരി, സി ബെൽഗാം. ആൻസർ ബി അട്ടാരി.